ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം തുടർന്ന് എസ്എഫ്ഐ തൃശൂർ മെഡിക്കൽ കോളേജ് റോഡിൽ 3 ഇടങ്ങളിലാണ് എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. 25 എസ്എഫ്ഐ പ്രവർത്തകർ കസ്റ്റഡിയിൽ. തിയോഫിനോട് കൂടുതൽ വിശദാംശങ്ങളുമായി തിയോഫിൻ, വീണ്ടും എസ്എഫ്ഐയുടെ ഒരു പ്രതിഷേധം ഗവർണർക്കെതിരെ നടക്കുന്നു. എന്താണ് അവിടുത്തെ സാഹചര്യം? ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം എസ്എഫ്ഐ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് ഇന്നത്തെ പ്രതിഷേധവും വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഗവർണർ ഇന്ന് നടക്കേണ്ടുന്ന ഒരു പരിപാടിക്ക് വേണ്ടി ആരോഗ്യ സർവകലാശാലയിലെ കോൺവൊക്കേഷനാണെന്ന് അദ്ദേഹം പങ്കെടുക്കേണ്ടിയിരുന്നത്. ഇന്നും നാളെയും ഗവർണർ തൃശ്ശൂരിലുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഗവർണർ ഇന്നലെ രാത്രി തൃശ്ശൂർ രാമനിലയത്തിലെത്തി തങ്ങിയിരുന്നു. അവിടെ നിന്നും രാവിലെ ഈ ചടങ്ങിലേക്ക് പോരും വഴിയാണ് എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. നിരവധി സ്ഥലങ്ങളിൽ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ആദ്യം തന്നെ ഇന്നലെ വൈകിട്ടും ഏതാനും എസ്എഫ്ഐ പ്രവർത്തകരെ ഈ പ്രതിഷേധം നടക്കുമെന്ന അറിയിപ്പിനെ തുടർന്ന് ഒരു സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് ഇന്ന് കരിങ്കൊടി കാണിക്കാനെത്തിയ പ്രവർത്തകർ 25ഓളം പ്രവർത്തകരെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും എസ്എഫ്ഐ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് എസ്എഫ്ഐ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ കരിങ്കൊടി പ്രതിഷേധം ഇനിയും തുടരുമെന്ന് തന്നെയാണ് സൂചന. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.